ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷാസ് കിച്ചൺ. ഐഷാസ് കിച്ചൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ പെരുന്നാളിന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ട് ആവാം നമ്മൾക്ക് ഇന്നത്തെ റെസിപ്പി. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഡെസേർട്ട് എല്ലാവർക്കും ഒരേപോലെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ ഡെസേർട്ടാണ്. റവയും തേങ്ങയും ചേർത്ത് നല്ല അടിപൊളി ഡെസേർട്ടാണ്. കേസരി തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്. അതിൻ്റെ അകത്ത് നമ്മളൊരു തേങ്ങയും ശർക്കരയും ചേർത്തുള്ള ഒരു ഫില്ലിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടാതെ ഒരു ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സേമിയ യൂസ് ചെയ്തിട്ട് ഒരു ഡെക്കറേഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് റവ എടുക്കുന്നുണ്ട്. വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും നമ്മൾ 2 മിനിറ്റ് അതൊന്ന് ചൂടാക്കി എടുക്കണം ചെറിയ ഫ്ലെയിമിൽ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഞാനിപ്പോൾ 7-8 ടീസ്പൂൺ എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ കോക്കനട്ട് മിക്സ്ചർ മധുരമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ആവശ്യത്തിന് മാത്രം ചേർക്കുക. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് റവ കുക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പാലും അതുപോലെ 1 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 കപ്പ് വെള്ളം മാത്രം യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ മധുരത്തിനായിട്ട് ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു കളറും കിട്ടും. ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ചുള്ള ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് അല്പം ഡെക്കറേഷന് വേണ്ടിയിട്ട് രാഗി സേമിയ യൂസ് ചെയ്യുന്നുണ്ട്. രാഗി സേമിയ നാട്ടിൽ നമ്മൾ സിമ്പിളായിട്ട് വാങ്ങിക്കാൻ കിട്ടും, എല്ലായിടത്തും കിട്ടുന്നുണ്ട്. രാഗി സേമിയ, ക്യാരറ്റ് സേമിയ ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഇതുകൊണ്ട് പായസമൊക്കെ തയ്യാറാക്കിയാൽ. ഞാനിപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ സേമിയ കിട്ടാത്തവർക്ക് വേണമെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള നല്ല തിന്നായിട്ടുള്ള സേമിയ ഇതുപോലെ ഇരിക്കുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ സേമിയ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ അല്പം ഏലക്ക പൊടിച്ചത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നെയ്യ് ഒരു 4 ടീസ്പൂണോളം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഈ ഒരു ഡെസേർട്ട് സെറ്റ് ചെയ്യാനുള്ള പാത്രം നമ്മൾ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. അതിൻ്റെ സൈഡിലും അകത്തൊക്കെ നന്നായിട്ട് നെയ്യ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സ്റ്റീൽ, ഗ്ലാസ് പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ ഇതിപ്പോൾ 2 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത റവയാണ്. എന്നിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചതാണ്. പക്ഷേ ആ വീഡിയോ എങ്ങനെയോ മിസ്സായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക റവ. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് സേമിയ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സേമിയ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. രാഗി സേമിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ അധികം നേരം ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നല്ല ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ രാഗി സേമിയ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് രാഗി സേമിയ കിട്ടേണ്ടത്. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ നമുക്ക് തേങ്ങയും ശർക്കരയും ചേർത്തിട്ടുള്ള മിക്സ്ചർ റെഡിയാക്കാം. ഇപ്പോൾ ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശർക്കര ചെറുതായിട്ട് ഞാനൊന്ന് ഇതുപോലെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാലേ അത് നന്നായിട്ട് മെൽറ്റായി വരുള്ളൂ. പിന്നെ അതുപോലെ തേങ്ങയും ശർക്കരയും നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വരുന്നവരെ നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതി. വല്ലാണ്ട് ഡ്രൈ ആക്കിയിട്ട് നല്ല ക്രിസ്പാക്കി എടുക്കൊന്നും വേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവുന്നുണ്ട്. നമ്മുടെ ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് മെൽറ്റ് ആവുന്നുണ്ട്. പക്ഷേ പഞ്ചസാരയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ടൈം എടുക്കും, കാരണം കളറൊന്ന് മാറി വരണമെങ്കിൽ. ഇപ്പം നമ്മളുടെ തേങ്ങാക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. അപ്പം ഞാൻ അതും വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ആ പാനിലേക്ക് തന്നെ നമ്മൾക്ക് പാലും അതുപോലെ വെള്ളവും ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. അതുപോലെ അല്പം ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. എന്നിട്ട് നമുക്കിത് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ചെറുതായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് റവ അല്പമായിട്ട് ചേർത്ത് കൊടുക്കാം.
പിന്നെ നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, എന്നാലേ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വരുള്ളൂ. പിന്നെ നമ്മൾ റവ പെട്ടെന്ന് കട്ടിയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യരുത്, അങ്ങനെ വരുമ്പോൾ റവ കുക്കായി കിട്ടില്ല. പിന്നെ അതുപോലെ നിങ്ങൾ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളം നിങ്ങൾ കൂട്ടിയെടുക്കരുത്. 1 കപ്പ് റവയിലേക്ക് 1.5 കപ്പ് വെള്ളം, അതായത് അര കപ്പ് പാലും 1 കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്തത്, അങ്ങനെ 1.5 കപ്പ്. അപ്പോൾ അത് അങ്ങനെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്കിത് കട്ടിയായി കിട്ടില്ല. അപ്പോൾ റവ ഇപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ പഞ്ചസാരയിലെ വെള്ളം കൂടി ഇതിലേക്കൊന്ന് മിക്സായി വരും. അപ്പോൾ കുറച്ചുകൂടെ നേരം നമ്മൾ റവ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ റവ കേസരി, റവ കട്ട എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളതിനകത്ത് സ്റ്റഫിങ് കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ടേസ്റ്റിലാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഈ റവയുടെ കൂടെ ഈ തേങ്ങയും ശർക്കരയും കൂടി മിക്സ്ചർ വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമ്മളുടെ റവ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളിതൊരു ഡോ പരുവത്തിലാക്കി എടുക്കണം നമുക്കിത്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ല പരുവത്തിലാണ് നമ്മുടെ മാവ്. അപ്പോൾ ഞാനിപ്പോൾ 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ആക്കി എടുക്കണം. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾക്കിപ്പോൾ ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിൽ കിട്ടും നമ്മൾക്ക് ഈ നമ്മളുടെ റവ മാവ്. നമ്മൾക്കങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവം കിട്ടും. അപ്പോൾ ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കാനുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കണം നമുക്ക്, എന്നാലേ എല്ലാ ഭാഗത്തും നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ മാക്സിമം ഉടച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യും അതുപോലെ റവയൊക്കെ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ പാനിൽ പൊട്ടി പിടിക്കുന്നൊന്നുമില്ല, നന്നായിട്ട് കമ്പൈൻ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മാവ് പരുവത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്, മൊത്തത്തിൽ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കേണ്ടത് നമ്മുടെ മാവ്. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ നമുക്കിതിപ്പോൾ നല്ല ചൂടാണ്. ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. നല്ല ചൂടായതുകൊണ്ട് ഗ്ലൗസ് ഇടണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചൂടോട് കൂടിയിട്ട് തന്നെ കുഴച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ റവ നമുക്ക് പിന്നെ കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഞാനിപ്പോൾ 2 ലെയർ ആയിട്ടാണല്ലോ ഈ സ്വീറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പോർഷൻ ആക്കിയിട്ട് നമുക്കിത് ഡിവൈഡ് ചെയ്ത് വെക്കാം, ഈക്വൽ പോർഷൻ ആക്കി വെക്കാം. എന്നിട്ട് ഒരു പോർഷൻ നമുക്ക് ഇപ്പോൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്ക് ബേസ് ലെയർ ആയിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ മാക്സിമം നന്നായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, നല്ല ഈവൻ ആയിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളത് ഫ്ലിപ്പ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ മാക്സിമം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ നല്ല പ്രസ് ചെയ്തിട്ട് നല്ല സ്മൂത്തൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ സൈഡൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക, എന്നാലേ നമുക്ക് നല്ല ഭംഗിയിൽ നമ്മുടെ സ്വീറ്റ് റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബേസ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കോക്കനട്ട് മിക്സ്ചർ വെച്ച് കൊടുക്കാം. കോക്കനട്ട് മിക്സ്ചർ വെച്ച് കൊടുക്കുമ്പോൾ നമ്മളതിൻ്റെ മിഡിൽ പോർഷനിൽ മാത്രം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് നല്ല കേക്ക് പരുവത്തിൽ തന്നെ കിട്ടും. നമ്മളത് കട്ട് ചെയ്യുമ്പോഴേ നമുക്ക് അറിയുള്ളൂ ഇതിനകത്ത് ഇങ്ങനൊരു സാൻഡ്വിച്ച് പരുവത്തിൽ നമുക്ക് കോക്കനട്ട് മിക്സ്ചർ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇത് സൈഡിലോട്ടൊന്നും പോവാതെ നമ്മൾ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കോക്കനട്ട് മിക്സ്ചർ. അതുപോലെ ഞാനിപ്പോൾ ഇത് സൈഡിലോട്ടൊക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങയുടെ മിക്സ്ചർ കാണുന്നുണ്ട്. അപ്പോൾ മാക്സിമം നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പായിട്ട് കേക്ക് പരുവത്തിൽ നമുക്ക് ഈ ഒരു റവ കേക്ക് തയ്യാറാക്കാം. സ്പൂൺ കൊണ്ട് നന്നായിട്ട് മാക്സിമം നമ്മളിത് ലെവൽ ചെയ്ത് കൊടുക്കണം. നമ്മൾ കരുതും നല്ല സിമ്പിളാണെന്ന്, പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ മതി, ചിലപ്പോൾ ഇത് നമ്മളിത് ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി ജോയിൻ ആകി വരില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലേ അതൊരു കമ്പൈനായിട്ട് വരുള്ളൂ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ബാക്കിയുള്ള മാവ് കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം.
കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നമുക്ക് എളുപ്പം. ഞാനിപ്പോൾ മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുത്തു, പക്ഷെ അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ കട്ടി എവിടെയാണ് കൂടുതലെന്നോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സൈഡിലോട്ടൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡൊക്കെ നന്നായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് നല്ല സ്മൂത്തൻ ആക്കണം, എന്നാലേ നമ്മൾ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പരുവത്തിൽ തന്നെ നമുക്ക് ഈ ഒരു സ്വീറ്റ് റെഡിയാക്കാം, പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. അതുപോലെ നല്ല എളുപ്പമാണ് തയ്യാറാക്കാൻ. നമ്മൾക്ക് 100% ഷുവറായിട്ട് നമ്മൾക്കിത് നമ്മൾ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ടൊന്നും ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ വെർമിസെല്ലി ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്തിട്ടുള്ള വെർമിസെല്ലി ചേർത്ത് കൊടുക്കാം. സേമിയ ഇഷ്ടമില്ലാത്തവർക്ക് നട്ട്സ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഡെക്കറേഷൻ ആയിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളിതിപ്പോൾ റെഡി ആയ ശേഷം നമ്മളിത് ചെറുതായിട്ടൊന്ന് തണുക്കണം. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ ഒരു 1-2 മണിക്കൂർ നമ്മളിത് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. അല്ലാതെ നമ്മളിത് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സേമിയ നമുക്ക് ഇത് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ മുകളിൽ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ കോക്കോലീന ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലൂസൺ ചെയ്ത് കൊടുക്കാം കത്തിയോണ്ട്. സൈഡ് ലൂസൺ ചെയ്യുമ്പോൾ നമ്മൾ താഴ്ഭാഗം വരെ എത്തുന്ന രീതിയിൽ ലൂസൺ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ മുകൾ ഭാഗം മാത്രം ഫ്ലിപ്പ് ചെയ്യുമ്പോൾ വീണ് പോവും. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഡെസേർട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കോക്കോലീന ഡെസേർട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. 2 ലെയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ വറുത്ത സേമിയ കൊണ്ട് നമുക്കിത് നന്നായിട്ട് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈദായതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഇട്ടതാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ തന്നെ ട്രൈ ചെയ്തൊരു റെസിപ്പിയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമായി ഈ ഒരു ടേസ്റ്റ്. അപ്പോൾ നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ നമുക്കിത് കട്ട് ചെയ്യണ്ടേ, എങ്ങനെയാണെന്ന് കാണിക്കണ്ടേ കട്ട് ചെയ്തിട്ട്. നല്ല ഭംഗിയുള്ള കളറാണ്. അതായത് ഈ ഒരു രാഗി സേമിയം അതുപോലെ നമ്മളുടെ ശർക്കരയും തേങ്ങയും കൂടിയുള്ള മിക്സ്ചർ എല്ലാം കൂടി ആയപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ ശർക്കര ആയതുകൊണ്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത് നമ്മളുടെ ഈ ഒരു കോക്കനട്ട് മിക്സ്ചറിന്. കണ്ടോ, നല്ല ഭംഗിയിൽ വന്നിട്ടില്ലേ. അപ്പോൾ ഇതൊന്ന് വീണ്ടും കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡെസേർട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പിന്നെ അതുപോലെ ഈദ് വിഷസ് എല്ലാവർക്കും.